നമസ്കാരം, ഞാൻ ജേക്കബ് ജോജിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഹെയ്റ്റ്സ് ഓഫ് ഹാർമണിയാണ്. അത് ഏകദേശം നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ തൊട്ടടുത്ത യൂണിറ്റായ ചാലഞ്ചസ് ഓഫ് ലൈഫിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ചാലഞ്ചസ് ഓഫ് ലൈഫ്? ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. അത്തരം വെല്ലുവിളികളെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ത്രീ-വീൽഡ് റെവല്യൂഷൻ ആൻഡ് ഇൻ്റർവ്യൂ ഓഫ് ഇർഫാൻ അലാം. രണ്ടാമത്, ദീദി, ഇറ്റ് ഈസ് എ പേഴ്സണൽ സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്ട്രി. മൂന്നാമത്, സ്റ്റാമർ, എ പോയം ബൈ സച്ചിദാനന്ദൻ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ചലഞ്ചസ് ഓഫ് ലൈഫ് എന്ന യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. ഈ ചലഞ്ചസ് ഓഫ് ലൈഫ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിടുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും പല രീതിയിലുള്ള വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. അത്തരം വെല്ലുവിളികളെ പല രീതിയിൽ, പല വഴികളിൽ, പല മാർഗത്തിലൂടെ നമ്മൾ ഓവർകം ചെയ്യാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളും വെല്ലുവിളികളായി ഏറ്റെടുത്ത് ഒരിക്കലും ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മറ്റുള്ളവർ കരുതിയിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച 1-2 വ്യക്തികളെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടോട് കൂടിയിട്ടാണ്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. വളരെ രസകരമായ ഒരു കോട്ടാണ്. എന്താണ് ഈ കോട്ടിൻ്റെ മീനിങ്? യു മസ്റ്റ് ബി ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ മാറ്റത്തിന് വിധേയരാകുക. നിങ്ങൾ മാറാൻ തയ്യാറല്ല എങ്കിൽ ഈ ലോകത്ത് ഒരു മാറ്റങ്ങളും നടക്കാൻ പോകുന്നില്ല. ഈ ലോകത്ത് പല മാറ്റങ്ങളും നടക്കും, പക്ഷേ നമ്മൾ മാറാൻ തയ്യാറല്ല എങ്കിൽ ആ മാറ്റങ്ങളുടെ ഒരു ഫലവും അനുകൂല ഫലവും നമുക്ക് ലഭിക്കില്ല. നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ തന്നെ നിന്ന് മുരടിച്ചു പോകും. അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാറാൻ ശ്രമിക്കുക. കൂടുതൽ വായിക്കുക, കൂടുതൽ അനുഭവ പരിജ്ഞാനമുള്ള ആളുകളുടെ ജീവിതങ്ങൾ പഠിക്കുക, കൂടുതൽ ചിന്തിക്കുക, ക്രിയേറ്റിവിറ്റി ചിന്തിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവസസ്വപ്നങ്ങളല്ല, മനോഹരമായ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ മാറ്റങ്ങൾ സൊസൈറ്റിയിലും പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളുണ്ട്, ചീത്ത മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം നല്ല മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതും നല്ല സമൂഹത്തിന് ഗുണകരമാകുന്ന മാറ്റങ്ങൾ നിങ്ങളിലും അതുവഴി സമൂഹത്തിനും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ യൂണിറ്റിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. Adolescence is the most fertile period of imagination, hopes and ambitions. അഡോളസൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏറെക്കുറെ എല്ലാ ആളുകൾക്കും തന്നെ അറിയായിരിക്കും. എങ്കിലും അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം. ഒരു യങ് മാൻ, ഒരു ചെറുപ്പക്കാരനെ വേണമെങ്കിൽ നമുക്ക് അഡോളസൻ പേഴ്സൺ എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ ചൈൽഡ് ടു എ യങ് പേഴ്സൺ. അതായത് ഒരു കുട്ടിയിൽ നിന്ന് ഒരു യങ് പേഴ്സണിലേക്കുള്ള ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിൻ്റെ കാലയളവിനാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡോളസൻസ് എന്ന് പറഞ്ഞ പീരീഡ് എന്താണ്? ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ പീരീഡ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഹോപ്സ് ആൻഡ് ആംബിഷൻസ്. അതായത് ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ പീരീഡ് ഓഫ് ക്രിയേറ്റിവിറ്റി, ചിന്തിക്കാനുള്ള കഴിവ്, പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. ഇമാജിനേഷൻസ്, നമ്മൾ പുതിയ ഇമാജിൻ ചെയ്യുകയാണ്. നമ്മൾ വളരെ സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറെക്കുറെ നമ്മൾ കാണുന്ന നമ്മുടെ അഡോളസൻ പീരീഡിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ലൈഫ് വെൻ ക്രൂഷ്യൽ ഡിസിഷൻസ് റിഗാർഡിംഗ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആർ ടു ബി ടേക്കൺ. അതായത്
നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ ഈ സമയത്ത് എടുക്കുന്നില്ല എങ്കിൽ ഈ അഡോളസെൻ്റ് പീരീഡ് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി മാറുമോ? മാറുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകേണ്ട ഒരു സമയമാണ് അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ കൃത്യമായ ഒരു തീരുമാനം, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിനെ കുറിച്ച് കൃത്യമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ വളരെയേറെ പിന്നോട്ട് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഷുഡ് ബി ദ യാർഡ് സ്റ്റിക്ക് ഓഫ് ചൂസിങ് എ കരിയർ? യാർഡ് സ്റ്റിക്ക് എന്താണ്? യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് റോഡാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ ആണ് യാർഡ് സ്റ്റിക്ക്. അതായത് വാട്ട് ഷുഡ് ബി ദ യാർഡ് സ്റ്റിക്ക് ഇൻ ചൂസിങ് എ കരിയർ? ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ഒരു മെഷറിംഗ് റോഡായിട്ട്, ഒരു അളവുകോലായിട്ട് വെക്കുന്നത്? അതായത് അഡോളസെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഭാവിയെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ ഒരു കരിയർ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതൊരു സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. ദ ഡെഫിനിഷൻസ് ഓഫ് സക്സസ് ഹാവ് ചേഞ്ച്ഡ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ ആധുനിക ലോകത്ത് ഡെഫിനിഷൻസ്, നമ്മുടെ സക്സസ്, വിജയത്തിൻ്റെ ഡെഫിനിഷൻസ് ആകെ മൊത്തം മാറിയിരിക്കുന്നു. സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി, ഇറ്റ് ഈസ് അബൌട്ട് പെർസ്യൂയിങ് എക്സലൻസ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി. ഒരു കാലത്ത് ആളുകൾ കരുതിയിരുന്ന സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് മേക്കിംഗ് മണി, പണമുണ്ടാക്കുന്നതിനെയാണ് വിജയം അല്ലെങ്കിൽ സക്സസ് എന്ന് ആളുകൾ കരുതിയിരുന്നത്. പക്ഷേ മോഡേൺ വേൾഡ്, ആധുനിക ലോകത്ത് സക്സസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ആകെ മൊത്തം മാറി. ഇന്ന് സക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് പെർസ്യൂയിങ് എക്സലൻസ്. അതായത് നമ്മൾ മികവിലേക്ക് ഉയരുന്നതിനെയാണ് വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കരിയർ ചൂസ് ചെയ്തു, എന്നിട്ട് ആ കരിയറിൻ്റെ മികവിലേക്ക്, ഏറ്റവും ഉയരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിനെയാണ് ഇന്ന് സക്സസ് എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ സമൂഹത്തിന് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അവിടെയാണ് നമ്മുടെ വിജയം അല്ലെങ്കിൽ സക്സസ് കുടികൊള്ളുന്നത്. അല്ലാതെ ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ കൈ നിറയെ പണം ഉണ്ടാക്കുന്നതിലല്ല വിജയം. This unit introduces the concept entrepreneurship and also emphasizes the dignity of labor. രണ്ട് കാര്യങ്ങളാണ് ഈ യൂണിറ്റ് എംഫസൈസ് ചെയ്യുന്നത്. ഒന്ന്, ദ കോൺസെപ്റ്റ് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. സംരംഭകത്വം, വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെയാണ്, അല്ലെങ്കിൽ സംരംഭകത്വത്തെയാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഈ ഒരു യൂണിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്, ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതായത് തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ യൂണിറ്റ്. ചില ആളുകൾ വിചാരിക്കുന്നു കളക്ടറുടെ ജോബ്, അല്ലെങ്കിൽ ഡോക്ടറുടെ ജോബ്, അല്ലെങ്കിൽ എൻജിനീയറിൻ്റെ ജോബ്, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർമാരുടെ ജോബ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം, അങ്ങനെയുള്ള ജോലികൾക്ക് മാത്രമാണ് ഡിഗ്നിറ്റി ഉള്ളത് എന്ന്. മറ്റ് ജോലികളെല്ലാം ഒരു താഴേക്കിടയിലുള്ള ആളുകൾ ചെയ്യേണ്ട ജോലികളാണ് എന്നുള്ളൊരു വേർതിരിവ് നമ്മുടെ ഇടയിലുണ്ട്. അത്തരം വേർതിരിവ് ആവശ്യമില്ല. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ഡിഗ്നിറ്റി, അതിൻ്റേതായ മഹത്വം ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുവാനും ഈ ഒരു യൂണിറ്റ് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ യൂണിറ്റിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 76 ആ ലെഫ്റ്റ് സൈഡിലുള്ളൊരു പേജാണ്. അതിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. ആ കാർട്ടൂണിൽ ഒരു വ്യക്തിയെ ഒരു ജോലി സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം, ഐ ലോസ്റ്റ് മൈ ജോബ്, വാട്ട് വിൽ ഐ ഡു നൗ? അയാളിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞാനിനി എന്ത് ചെയ്യും? പിന്നീട് അയാൾ ഒരു പോസ്റ്റിൻ്റെ, റോഡരികിലുള്ള ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിൽ കുത്തിയിരിക്കുന്നു. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, വൈ നോട്ട് ബിഗിൻ എ റെസ്റ്റോറൻറ്റ് ഹിയർ? എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടാ? കാരണം അയാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയാൾ അവിടെ ഇരിക്കുകയാണ്. ഒരു ചായ കുടിക്കാനുള്ള ഒരു ചായക്കടയോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലോ ഒന്നും അയാൾ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ചിന്തിക്കുകയാണ്, വൈ നോട്ട് ബിഗിൻ എ റെസ്റ്റോറൻറ്റ് ഹിയർ? എനിക്കിവിടെ എന്തുകൊണ്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടാ? ഇനി അടുത്ത കാർട്ടൂണിലേക്ക് വരുമ്പോൾ അയാൾ, ഹലോ, യെസ്, മാനേജർ സ്പീക്കിംഗ്. അതിൻ്റെ തൊട്ടുപുറയിലൊരു ബോർഡ് കാണുന്നുണ്ട്, മീൽസ് റെഡി. അയാൾ വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ ദീസ് 4 പിക്ചേഴ്സ്, ഈ 4 പിക്ചേഴ്സിനെയും ബേസ് ചെയ്ത് യു ക്യാൻ ബിൽഡ് എ സ്റ്റോറി.
നിങ്ങൾക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാം. സോ അത് നിങ്ങളൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുക, എന്നിട്ട് അത് എനിക്ക് അയച്ചു തരിക. ഓക്കെ, ഇനി കുറച്ചുകൂടി താഴേക്ക് പോന്നു കഴിഞ്ഞാൽ വീണ്ടും 2 കോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Comment on the following quotes. If plan A didn't work, the alphabet has 25 more letters. Stay cool. ഇപ്പോൾ പ്ലാൻ എ വർക്ക് ചെയ്തില്ല എന്ന് കരുതുക, നിങ്ങൾ പേടിക്കണ്ട. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 25 അക്ഷരങ്ങൾ വീണ്ടുമുണ്ട്. പ്ലാൻ എ വർക്കൗട്ട് ആയില്ല എങ്കിൽ പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്, പ്ലാൻ ഡി ഉണ്ട്, പ്ലാൻ ഇ ഉണ്ട്. അങ്ങനെ 25 അതർ ലെറ്റേഴ്സ് ആർ റിമൈനിങ്. സോ നിങ്ങൾക്ക് മറ്റൊരു പ്ലാൻ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താം. ഇനി രണ്ടാമത്, ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീം, someone will hire you to help build theirs. ഇത് വീണ്ടും വേറൊരു കോട്ടാണ്. ഇത് ടോണി ഗാസ്കിൻസിൻ്റെ ദ ഡ്രീം ചേസർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ടോണി ഗാസ്കിൻസ് എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീം, നിങ്ങളുടെ സ്വപ്നത്തെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, someone will hire you to help build theirs. മറ്റുള്ളവർ നിങ്ങളെ അവരുടെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങളെ ഉപയോഗിക്കും എന്ന് ഇവിടെ ടോണി ഗാസ്കിൻസ് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്വപ്നം കാണാനും ആ സ്വപ്നത്തെ ഡെവലപ്പ് ചെയ്ത് ഉന്നതങ്ങളിലേക്ക് എത്തുവാനുള്ള കഴിവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ആ കഴിവിനെ കണ്ടുപിടിച്ച് നമ്മൾ ഓരോരുത്തരും ഉന്നതിയിലേക്ക് എത്തണം എന്നാണ് ഇവിടെ ടോണി ഗാസ്കിൻസ് നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവരുടെ ഒരു ചട്ടുകമായിട്ട് നമ്മൾ മാറേണ്ടി വരും. അത് ഒരു നിരാശാജനകമായ അവസ്ഥയാണ്. അത്തരം നിരാശാജനകമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ക്യാൻ യു ഫൈൻഡ് മോർ കോഡ്സ് ഓൺ സക്സസ്? സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ടും ഡ്രീം ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ വേറെ ധാരാളം കോട്ടുകളുണ്ട്. അത്തരം കോട്ടുകൾ 1-2 നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 കോട്ട് ആരാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്റർ എ 3-Wheeled Revolution. It is an interview of Irfan Alam, a young entrepreneur. ഒരു ചെറുപ്പക്കാരനായ വ്യവസായിയായ ഇർഫാൻ അലാമിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഇൻ്റർവ്യൂ ഇർഫാൻ അലാം കൊടുത്തത് സുജാത രാമപ്രസാദ് ഫോർ ഇന്ത്യ കറൻസ് ഇൻ May 2010 after participating in the Entrepreneurship Summit in Washington. വാഷിങ്ടണിലെ ഓണ്ടർപ്രണർ സമ്മിറ്റിൽ പങ്കെടുത്തതിന് ശേഷം 2010 മെയ് മാസത്തിൽ ഇന്ത്യ കറൻസിൽ ജോലി ചെയ്തിരുന്ന സുജാത രാമപ്രസാദിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നിന്നുള്ള ചില എക്സെപ്റ്റ്സ് ആണ് നമുക്കിന്നിവിടെ പഠിക്കാനായി തന്നിരിക്കുന്നത്. ഇനി സംതിങ് അബൌട്ട് ഇർഫാൻ അലാം. ഇർഫാൻ അലാമിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇർഫാൻ അലാം ഇസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ് ഇർഫാൻ അലാം. ഇനി ഏത് തരം കമ്പനിയാണിത്? ആൻ ഇന്ത്യൻ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷാ പുള്ളിംഗ് സെക്ടർ ഇൻ ബീഹാർ. ബീഹാറിലെ റിക്ഷാ പുള്ളിംഗ് സെക്ടറിനെ ഒന്നടങ്കം ഓർഗനൈസ് ചെയ്ത ഒരു കമ്പനിയാണ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്പെക്റ്റ് എന്നാണ്, ബഹുമാനം എന്നാണ് സമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ത്രൂ ഹിസ് ലീഡർഷിപ്പ്, Sammaan has implemented innovations to increase operator incomes such as advertising and music, newspapers, first aid, water and juice for the passengers. അതായത് ഒരു കാലത്ത് ബീഹാറിൽ, അതായത് ബീഹാർ എന്ന് നമ്മൾ എടുക്കാം, ഉത്തരേന്ത്യയിൽ റിക്ഷാ പുള്ളേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴുണ്ട്. റിക്ഷാ പുള്ളേഴ്സ് എല്ലാം വളരെ തുച്ഛമായ വരുമാനത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതുതന്നെയല്ല, അത് കാണാൻ ഒരു ഭംഗിയുമില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് യാത്ര ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർക്ക് ആ യാത്രാക്കൂലി മാത്രമാണ് ലഭിച്ചിരുന്നത്. അപ്പം അതിനെ ഒന്ന് ഇദ്ദേഹം റീഡിസൈൻ ചെയ്യുകയാണ്.
ആ റീഡിസൈൻ ചെയ്തപ്പോൾ അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് കൊണ്ടുവന്നു, മ്യൂസിക് കൊണ്ടുവന്നു, ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവന്നു, വാട്ടർ, ജ്യൂസ്, ഫസ്റ്റ് എയ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാസഞ്ചേഴ്സിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അതുവഴി റിക്ഷ പുള്ളേഴ്സിന് ഈ റിക്ഷ വലിക്കുന്നതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഇൻകം ലഭിക്കുവാൻ കാരണമായി. അതൊക്കെ എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. അലാം was also the first person to introduce prepaid cycle rickshaws in India. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇർഫാൻ അലം ആണ്. In only 2 years, Alam has built a family of over 1 lakh rickshaw operators across 9 states in India. 2 വർഷം കൊണ്ട് ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകളിലായി 1,00,000-ഓളം റിക്ഷ പുള്ളേഴ്സിനെ അദ്ദേഹം ഒരു കുടക്കീഴിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ കീഴിൽ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. Although a first-generation entrepreneur, Alam's efforts to empower those at the bottom of India's social hierarchy have been recognized widely. ഇനി അദ്ദേഹത്തിൻ്റെ he has won the Business Bazigar and the World Bank's Innovation Award. അദ്ദേഹത്തിന് 2 അവാർഡ് കിട്ടി. ഒന്ന് ബിസിനസ് ബസിഗർ അവാർഡും അതുപോലെ വേൾഡ് ബാങ്ക്സ് ഇന്നൊവേഷൻ അവാർഡ്. ഇങ്ങനെ 2 അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. ഈ ബിസിനസ് ബസിഗർ എന്ന് പറയുന്ന എ കോമ്പറ്റേറ്റീവ് റിയാലിറ്റി ടെലിവിഷൻ ഷോ ഫോർ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് റിയാലിറ്റി ഷോ ആയിരുന്നു ഈ ബിസിനസ് ബസിഗർ. അതിലെ ഒന്നാം സ്ഥാനം കൈയടക്കിയതും ഈ ഇർഫാൻ അലമാണ്. അതുപോലെ തന്നെ Alam has also been recognized by the Times of India as one of the top 30 youth icons of India. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ 30 ടോപ്പ് ബിസിനസ് ഐക്കണിൽ, യൂത്ത് ഐക്കണിൽ ഒരാളായിട്ട് ഇർഫാൻ അലമിനെ ടൈംസ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ആൻഡ് ഹിസ് ബിസിനസ് മോഡൽ വാസ് റീസെൻ്റ്ലി ഫീച്ചേർഡ് ബൈ ദ എക്കണോമിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ ഒരു ഫീച്ചറായി വരികയും ചെയ്തു. അറ്റ് ദ ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റ് held at Washington DC in 2010, President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." വാഷിങ്ടണിൽ നടന്ന ഓൺടർപ്രണേഴ്സ് സമ്മിറ്റിൽ ബറാക്ക് ഒബാമ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി. ബറാക്ക് ഒബാമയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: "You are doing a tougher job than me." നിങ്ങൾ എന്നെക്കാളും മികച്ച ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ടഫായിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് ബറാക്ക് ഒബാമ ഇർഫാൻ അലമിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് വരാം. സുജാത രാമപ്രസാദാണ് ഈ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. 12 ചോദ്യങ്ങളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. സുജാത രാമപ്രസാദ് ഇദ്ദേഹത്തോട് ചോദിച്ച 12 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഇനി സാധാരണഗതിയിൽ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ്. നമുക്കതെന്താണെന്ന് വായിക്കാം. മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്. ടീനേജേഴ്സ് എല്ലാം വളരെ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. സം ഓഫ് ദം പെർസ്യൂഡ് ദെയർ ഡ്രീംസ് ചൂസിങ് എ പാത്ത് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ്. സം ഓഫ് ദം പെർസ്യൂഡ് ദെയർ ഡ്രീംസ് ചൂസിങ് എ പാത്ത് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ്. സോ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ ഒരു പാതയാണ് ചിലർ തിരഞ്ഞെടുക്കുന്നത് തങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട്. ദേ ഡിസൈൻ ദെയർ ഓൺ റൂട്ട് ഓഫ് ലൈഫ്. അവർ അവരുടേതായ പാത തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യും. സക്സസ് ഈസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെൻ്റ്. സക്സസ് ആർക്കാണുള്ളത്? ദോസ് ഹു തിങ്ക് ബിഗ്, വലുതായി ചിന്തിക്കുന്നവർക്കും, ആൻഡ് ആക്ട് ഡിഫറെൻ്റ്ലി, വ്യത്യസ്തതയോടുകൂടി യുണീക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമാണ് സക്സസ് ഉള്ളത്. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകാറില്ല. അപ്പോൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ക്ലിക്കാകുകയും അവർ വിജയികളാകുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാവ് യു കം അക്രോസ് ദ വേർഡ് ഓൺടർപ്രണർഷിപ്പ്? നിങ്ങൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? മീറ്റ് ഇർഫാൻ അലാം, ദ ഓൺടർപ്രണർ who changed the lives of many people through his innovative enterprise. Here is an interview with him. Read on. So we are going to read an interview of Irfan Alam. Okay. ഇനി ഒരു കോട്ടോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഇതിനിവിടെ ഈ ചാപ്റ്ററിന് നൽകിയിരിക്കുന്ന പേര് എ 3-wheeled revolution. അതായത് 3 ചക്രങ്ങൾക്ക് മുകളിൽ 3 ചക്രങ്ങളിലൂടെയുള്ള ഒരു വിപ്ലവം.
അതായത് ഒരു റിക്ഷ എന്ന് പറയുന്ന 3 ചക്രത്തിൽ ഓടുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്, ഒരു മുച്ചക്ര വിപ്ലവം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മലയാളത്തിൽ അങ്ങനെ പറയാം, എ 3 വീൽ റെവല്യൂഷൻ, മുച്ചക്ര വിപ്ലവം. ഓക്കെ, ഒരു മുച്ചക്ര വിപ്ലവം. If we aspire to live in a happier world, we must empower those living on the margins of society. സോ ഇവിടെ പറയുന്നത് ഇഫ് വി ആസ്പയർ ടു ലിവ് ഇൻ എ ഹാപ്പിയർ വേൾഡ്, വളരെ സന്തോഷകരമായ ഒരു ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി. അതായത് സമൂഹത്തിൽ അധസ്ഥിതർ എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ്, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗം, മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട വിഭാഗം, അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ സന്തോഷപൂരിതമാക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ ഈ കൂട്ടിലൂടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ നമ്മൾ മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെ മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, അവരെയും കൂടി നമ്മളുടെ കൂടെ ഉയർത്തിക്കൊണ്ട് വന്ന് സന്തോഷകരമായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? സോ നിങ്ങൾ എങ്ങനെയാണ് ഈ ഐഡിയ, എങ്ങനെയാണ് ഈ ഐഡിയ കൺസീവ് ചെയ്തത്? അതിന് മറുപടി ഐ വാസ് 17 years old അറ്റ് ദാറ്റ് ടൈം. എനിക്ക് 17 വയസ്സായിരുന്നു അപ്പോൾ. ഐ വാസ് ട്രാവലിംഗ് ഇൻ എ റിക്ഷ ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ജേർണി ഐ വാസ് വെരി തേഴ്സ്റ്റി. ഞാൻ ഒരു റിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഏകദേശം പകുതിയായപ്പോൾ എനിക്ക് വളരെയേറെ ദാഹിക്കാൻ തുടങ്ങി. I asked the rickshaw puller if he had any water. ഞാൻ അയാളോട് വെള്ളം ചോദിച്ചു. He said that he did not carry water bottles because he did not have money to buy and stack them. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാട്ടർ ബോട്ടിൽസ് ഒന്നും കൊണ്ടുനടക്കാറില്ല, because I did not have money to buy and stack water bottles in my rickshaw. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaw. So പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി, there was a market in selling water bottles in rickshaw. The very next day I talked to 5 rickshaw pullers. തൊട്ടടുത്ത ദിവസം തന്നെ I talked to 5 rickshaw pullers and gave them each 8 bottles of water. ഓരോരുത്തർക്കും ഞാൻ 8 ബോട്ടിൽ വെള്ളം നൽകി. I told them that for every bottle they sold, we would make a profit of 2 rupees, which we could split in half. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോ ബോട്ടിലും വിൽക്കുകയാണെങ്കിൽ 2 രൂപ നമുക്ക് ലാഭം കിട്ടും. ആ 2 രൂപയെ നമുക്ക് പകുതിയാക്കി 1 രൂപ നിങ്ങൾക്കും 1 രൂപ എനിക്കും എന്നുള്ള നിലയിലേക്ക് ആക്കാം. The very first day I made a profit of 8 rupees. 8 ബോട്ടിൽ അദ്ദേഹം വിറ്റു. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് 8 രൂപ പ്രോഫിറ്റ് കിട്ടി. അതായത് 16 രൂപ പ്രോഫിറ്റ് കിട്ടി. അതിൽ 8 രൂപ റിക്ഷാ പുള്ളേഴ്സിന് കൊടുത്തു, 8 രൂപ അദ്ദേഹം എടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. യു ആർ വെരി യങ് വെൻ യു കെയിം അപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. ഈ ഐഡിയ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വളരെ യങ് ആയിരുന്നു അല്ലേ? യെസ്, ഐ ഗസ് ഓൺടർപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. ഞാൻ കരുതുന്നു സംരംഭകത്വം എൻ്റെ ബ്ലഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. എനിക്ക് വളരെ ചെറുപ്പം മുതൽ ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്നു. During the stock market scam in 1992, my father and many of his friends lost a lot of money. So 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ എൻ്റെ അച്ഛനും കൂട്ടുകാർക്കും ധാരാളം പണം നഷ്ടപ്പെട്ടു. That is when I started taking interest in the stock market and began researching on various companies. സോ അതിനുശേഷം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും വിവിധ കമ്പനികളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. എൻ്റെ ഉപദേശം മൂലം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരെല്ലാം പതിയെ ലാഭം നേടാനായി തുടങ്ങി. This enabled me to start my first portfolio management firm at the age of 13. സോ അങ്ങനെ 13ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. When my parents found out that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. സോ ഞാൻ എൻ്റെ റിക്ഷാ പുള്ളിങ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ പാരൻസ് എന്നെ ആദ്യം തടഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഫസ്റ്റ് യു കംപ്ലീറ്റ് യുവർ സ്റ്റഡീസ് ആൻഡ് ഡു ബിസിനസ്. സോ ഐ ഷെൽഫ്ഡ് ഇറ്റ്. ഞാനതനുസരിച്ചു. ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിറ്റ്. പക്ഷേ എൻ്റെ താല്പര്യം അവിടെ അസ്തമിച്ചിരുന്നില്ലായിരുന്നു. I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my Masters of Foreign Trade degree. അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഫോറിൻ
ഫോറിൻ ട്രേഡിലാണ്. ആ സമയത്ത് അദ്ദേഹം ഈ റിക്ഷ സെക്ടറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെക്കുറിച്ച് ഒരു അവഗാഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ് ദിസ് ഐഡിയ? ഈ ഐഡിയ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനുള്ള സ്പാർക്ക് എന്തായിരുന്നു? In 2006, an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas for new businesses. In 2006, an Indian TV show Business Bazigar അവർ പുതിയ ഓൺടർപ്രണേഴ്സിൻ്റെയും അവരുടെ ഐഡിയാസിനെയും വെച്ചിട്ട് ഒരു ഷോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. I entered this context with a business proposal. ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ ഒരു ബിസിനസ് പ്രപ്പോസലുമായി ചെന്നു. My idea was to organize the rickshaw sector and make it a profitable venture. എൻ്റെ ഐഡിയ എന്തായിരുന്നു? To organize the rickshaw sector and make it a profitable venture. റിക്ഷ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുകയും അത് ഒരു ലാഭകരമായ ഒരു വ്യവസായമാക്കി മാറ്റുക എന്നുള്ളതുമായിരുന്നു. According to my proposal, rickshaws were to be redesigned so that the spaces of the work on the vehicles could be sold for the purposes of advertising and brand promotion. എൻ്റെ ഐഡിയ എന്തായിരുന്നു? ടു റീഡിസൈൻ ദ റിക്ഷാസ് റീഡിസൈൻ ചെയ്യുക, ബൈ വിച്ച് വി ആർ ഗെറ്റിംഗ് അഡീഷണൽ സ്പേസസ്. ആൻഡ് ആ അഡീഷണൽ സ്പേസസ് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കാം? അഡ്വർടൈസ് ചെയ്യാനും ബ്രാൻഡ് പ്രൊമോഷനുമായിട്ട് ഉപയോഗിക്കുക. അതുവഴി റിക്ഷ പുള്ളേഴ്സ് വിൽ ഗെറ്റ് അഡീഷണൽ ഇൻകം. Also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. അതുമാത്രമല്ല, വീണ്ടും അഡീഷണൽ ഇൻകം ലഭിക്കാനായിട്ട് മാർഗമുണ്ട്. എന്തൊക്കെയാണ്? കുടിവെള്ളം വിൽക്കുക, ജ്യൂസ് കൊടുക്കുക, ബിസ്ക്കറ്റ്സ് കൊടുക്കുക, മൊബൈൽ കാർഡ്സ് കൊടുക്കുക, ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കുക. ഇതെല്ലാം പാസഞ്ചേഴ്സിന്, റിക്ഷയിൽ കയറുന്ന പാസഞ്ചേഴ്സിന് വിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ മാർഗത്തിലൂടെയെല്ലാം റിക്ഷ പുള്ളേഴ്സിന് അഡീഷണൽ ഇൻകം നേടാനായിട്ട് സാധിക്കും. I won the show and was offered the seed money of ₹150 lakhs. So 150 ലക്ഷം, അതായത് 1.5 crore അദ്ദേഹത്തിന് സീഡ് മണി ആയിട്ട് ഈ ഷോയിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡിസൈൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റിക്ഷാസ് എല്ലാം ഓർഗനൈസ് ചെയ്യുക, അതിനുശേഷം അവയെ റീഡിസൈൻ ചെയ്യുക. റീഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അഡീഷണൽ സ്പേസിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുക, ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുക. അതുമാത്രമല്ല, റിക്ഷയിലെ ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ജ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിൽക്കുക. അതുവഴി റിക്ഷ പുള്ളേഴ്സ് അഡീഷണൽ ഇൻകം നേടുക. ദെൻ വാസ് സമാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് മണി? ഇനി ഈ സീഡ് മണിയിലൂടെയാണോ സമാൻ സ്റ്റാർട്ട് ചെയ്തത്? നോ, I very soon realized that the entry barrier to this business was very low. The only way to sustain this business was to earn the loyalty of the rickshaw pullers. So ഇവിടെ നമ്മൾ ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടു ഗെയിൻ ദ റോയൽറ്റി ഓഫ് ദി റിക്ഷ പുള്ളേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ ബിസിനസ് വിജയിക്കുകയുള്ളൂ. സോ ഐ വാണ്ടഡ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ്, ID cards and uniforms to the rickshaw pullers. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെല്ലാം ചെയ്തു? ഐ വാണ്ടഡ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ID cards ആൻഡ് യൂണിഫോംസ് ടു റിക്ഷ പുള്ളേഴ്സിന് അവരുടെ റിക്ഷ പുള്ളേഴ്സിനും ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ID cards കൊടുത്തു അവർക്ക്, അതുപോലെ തന്നെ അവർക്ക് യൂണിഫോം കൊടുത്തു. ഐ വാണ്ടഡ് ടു റൺ ദിസ് ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഞാനിതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനായി ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ സമയത്ത് ഞാൻ ഒരിക്കലും ഒരു സാമൂഹിക സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് വേ ടു സസ്റ്റെയിൻ ദ ബിസിനസ് ആൻഡ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ബാങ്ക്സ് ടു ഗീവ് ഔട്ട് ലോൺസ്. Since the organizers of the TV show did not agree to this model, I ended up refusing the seed capital. സോ ഈ സമയത്ത് അതുമാത്രമല്ല, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് റിക്ഷ വാങ്ങാനായിട്ട് റിക്ഷ പുള്ളേഴ്സിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോൺ എമൗണ്ട് വഴി അവർക്ക് റിക്ഷ വാങ്ങാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഈ ആശയങ്ങൾ ഈ TV ഷോ നടത്തുന്നവരുടെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകാത്തത് കൊണ്ട് ഞാൻ അവർ നൽകുന്ന സീഡ് മണി റിഫ്യൂസ് ചെയ്യുകയും അവരുടെ ആ ഷോയിൽ നിന്ന് വിട്ടുപോരുകയും ഞാൻ എൻ്റേതായ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ സോഷ്യൽ വെഞ്ചർ? ഇത് എപ്പോഴാണ് ഇതൊരു യഥാർത്ഥ സോഷ്യൽ വെഞ്ചറായി മാറിയത്?
As I understood more about the lives of the rickshaw pullers and their plight, I turned into a social cause. സോ ഞാൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് എടുക്കുകയും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താല്പര്യപ്പെടുകയും ചെയ്തു. There are about 10 million rickshaws operating in India. ഇന്ത്യയിൽ ഏകദേശം 10 million rickshaws ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. സോ ഇവരാരും റിക്ഷാസ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നില്ല. ദിവസം 30-40 രൂപയ്ക്ക് റിക്ഷാസ് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. The money they make after paying the rent is barely sufficient to sustain their families. ഈ റെൻറ്റ് കൊടുത്തതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് അവരുടെ കുടുംബം പോറ്റാൻ മതിയാവുന്നതായിരുന്നില്ല. They continue to remain at the bottom of the pyramid. അതുകൊണ്ട് തന്നെ അവർ പിരമിഡിൻ്റെ ഏറ്റവും താഴെ തന്നെ നിലനിൽക്കാൻ തുടങ്ങി. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനായി ആഗ്രഹിച്ചു. ഈ ഓർഗനൈസേഷനിൽ അവരെ മെമ്പേഴ്സ് ആക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഡിഗ്നിറ്റി ലഭിക്കും. അതുവഴി അവർക്ക് പതിയെ അവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സാധിക്കും. I firmly believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. So ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആവുന്ന എപ്പോഴാണ്? വെൻ ഇറ്റ് ടാർഗറ്റ്സ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. അതായത് പിരമിഡിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത്, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുന്നതെന്ന് C.K. പ്രഹ്ലാദിൻ്റെ ഒരു കോൺസെപ്റ്റിനെ ഞാൻ കടമെടുക്കുകയാണ് ഇവിടെ ചെയ്തത്. Sammaan was finally founded in 2007 with seed money from family and friends. എൻ്റെ വീട്ടുകാരിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ലഭിച്ച സീഡ് മണി കൊണ്ട് അവർ ലഭിച്ച ക്യാപിറ്റലിൽ നിന്ന്, അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ തുക കൊണ്ട് 2007 ഞാൻ സമ്മാൻ ഫൗണ്ടേഷൻ തുടങ്ങി. ഇനി അടുത്ത ചോദ്യം, ക്യാൻ യു ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ? ഈ സമ്മാൻ്റെ ഓപ്പറേഷൻ മോഡൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓഫ് കോഴ്സ്. വെൻ എ റിക്ഷ പുള്ളർ അപ്രോച്ചസ് സമ്മാൻ, സോ ഒരു റിക്ഷ പുള്ളേഴ്സ് സമ്മാനുമായി ഞങ്ങളുടെ ഓർഗനൈസേഷനുമായി അപ്രോച്ച് ചെയ്യുമ്പോൾ വി ഫസ്റ്റ് ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്സ്. ഞങ്ങൾ ആദ്യം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകും. അതായത് ആ വരുന്ന റിക്ഷ പുള്ളറിനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിന് വിധേയനാക്കും. ദ ഓപ്പറേറ്റർ ഈസ് ദെൻ ഗിവൻ ട്രെയിനിങ് ഓൺ ബേസിക് എറ്റിക്കറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. അതിനുശേഷം രണ്ടാമത് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കും. എന്തൊക്കെയാണ് ട്രെയിനിങ്? ബേസിക് എറ്റിക്കറ്റ്സ്, അതായത് അടിസ്ഥാന പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാന്യമായിട്ട് എങ്ങനെ പാസഞ്ചേഴ്സിന് പെരുമാറണം എന്ന് അവരെ പഠിപ്പിക്കും. പിന്നെ ട്രാഫിക് റൂൾസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം ആദ്യം വെരിഫിക്കേഷൻ നടത്തും. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും. 2, അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും. എന്തിനെക്കുറിച്ചാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ബേസിക് എറ്റിക്കറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. ഇനി അടുത്തത് എന്താണ്? we approach the bank and help them to get a loan for a new rickshaw. അതിനുശേഷം നമ്മൾ ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്ത് അവർക്ക് പുതിയൊരു റിക്ഷ വാങ്ങാനുള്ള ലോൺ തരപ്പെടുത്തി കൊടുക്കും. ഇനി അടുത്തത് പിന്നെ എന്താണ് ചെയ്യുന്നത്? ബാങ്ക്സ് ആർ വെരി റിലക്റ്റൻറ്റ് ടു ഗിവ് ലോൺസ് ടു ദിസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. നോർമലി ബാങ്ക് ഈ സെക്ഷന് ലോൺ നൽകാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. നൗ സിൻസ് വി സ്റ്റാൻഡ് ആസ് ഗ്യാരണ്ടേഴ്സ്, ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഗ്യാരണ്ടേഴ്സായി നിൽക്കാൻ തുടങ്ങിയതോടെ റിക്ഷ പുള്ളേഴ്സ് ഹാവ് ആക്സസ് ടു ക്രെഡിറ്റ്. റിക്ഷ പുള്ളേഴ്സിന് ബാങ്ക് ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങി. ദ റിക്ഷ പുള്ളേഴ്സ് ഫീൽ ട്രൂലി എംപവേർഡ് വെൻ ദേ ഡ്രൈവ് ദെയർ ഓൺ വെഹിക്കിൾ. അവർക്ക് അവരുടെ സ്വന്തമായ വെഹിക്കിൾ ഓടിച്ച് നടക്കുന്നതുകൊണ്ട് അവർക്കൊരു അഭിമാനം തോന്നാനായി തുടങ്ങി. വി പ്രൊവൈഡ് ദ റിക്ഷ പുള്ളേഴ്സ് വിത്ത് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഞങ്ങൾ അതിനുശേഷം റിക്ഷ പുള്ളേഴ്സിന് ആക്സിഡൻറ്റും അപകടവും ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. Each driver is given an ID card and is required to wear a uniform while operating the rickshaw. ഓരോ റിക്ഷ പുള്ളറും റിക്ഷ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നൽകുന്ന ഐഡൻറ്റി കാർഡും യൂണിഫോമും നിർബന്ധമായും ധരിച്ചിരിക്കണം. ദ റിക്ഷ പുള്ളർ നൗ ബിക്കംസ് എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. ഇതിനുശേഷം ഓരോ റിക്ഷ പുള്ളറും സമ്മാൻ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അപ്രോച്ച് ചെയ്യുന്ന റിക്ഷ പുള്ളറിന് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും. അതിനുശേഷം ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം അവർക്ക് ലോൺ എടുത്തു കൊടുത്തതിന് ശേഷം അവർക്ക് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അവർക്ക് ID കാർഡ്, യൂണിഫോം, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ ഡസ് സമ്മാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ റവന്യൂസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്? ഹൗ ഡസ് സമ്മാൻ itself gets its revenue? 2 ചോദ്യങ്ങളാണ്. ഒന്ന്,
റിക്ഷാ പുള്ളേഴ്സിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? 2, എങ്ങനെയാണ് സമാൻ അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത്? Sammaan, rickshaws are designed in such a way that they have plenty of space to display advertisements. So, ഞാൻ ആദ്യമേ പറഞ്ഞു rickshaws will be redesigned to get additional spaces. Additional spaces ലഭിക്കത്തക്ക രീതിയിൽ rickshaws will be redesigned. എന്നിട്ട് ഈ അഡീഷണൽ സ്പേസിൽ എന്ത് ചെയ്യും? ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. അവിടെ ധാരാളം അഡ്വർടൈസ്മെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യും. Several local and national brands place their advertisements here. Several local and national brands, അതായത് ലോക്കലും നാഷണൽ ബ്രാൻഡ്സും അവരവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ദ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമാൻ ആൻഡ് ദ റിക്ഷാ പുള്ളേഴ്സ്. ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ 2ആയിട്ട് ഭാഗിക്കും. സ്പ്ലിറ്റ് ഇൻ ഹാഫ്, പപ്പാതി ഭാഗിച്ച് ഒരു ഭാഗം സമാൻ ഫൗണ്ടേഷനും ഒരു ഭാഗം റിക്ഷാ പുള്ളേഴ്സിനും നൽകും. ഓൾസോ റിക്ഷാ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ. റിക്ഷാ പുള്ളേഴ്സിന് വെള്ളം, കുടിവെള്ളം വിൽക്കാം, ഫുഡ് ജ്യൂസ് കൊടുക്കാം, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. ഇതെല്ലാം റിക്ഷാ പുള്ളേഴ്സിന് അവരുടെ റിക്ഷയിൽ കയറുന്ന പാസഞ്ചേഴ്സിന് വിൽക്കാവുന്നതാണ്. ഇൻ ദാറ്റ് കേസ് ദേ കം ടു എ സെൻട്രൽ റിക്ഷാ യാർഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോഡ് അപ്പ് ദർ വേസ്. സോ ഇങ്ങനെയുള്ള കേസിൽ അവരെന്ത് ചെയ്യണം? ഒരു സെൻട്രൽ റിക്ഷാ യാർഡ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ രാവിലെ വന്ന് ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടുപോയി അത് വിറ്റതിന് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് പപ്പാതി ഭാഗിച്ച് ഒരു ഭാഗം തുല്യമായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം സമാനും ഒരു ഭാഗം റിക്ഷാ പുള്ളേഴ്സിനും എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റിക്ഷാ പുള്ളേഴ്സ് അവരുടെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യും, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, സമാൻ അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് ഫ്രം ദ സെയിൽസ് ഈസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമാൻ. ദ മണി that rickshaw pullers earn by transporting the passengers is solely theirs. സോ ലഭിക്കുന്ന പണം പൂർണ്ണമായും റിക്ഷാ പാസഞ്ചേഴ്സിനെ കയറ്റുന്നതിലൂടെ ലഭിക്കുന്ന തുക പൂർണ്ണമായും ആർക്ക് നൽകും? റിക്ഷാ പുള്ളേഴ്സിന് നൽകും. അതിനുശേഷം the money that rickshaw pullers earn by transporting the passengers solely the revenues of our rickshaw pullers have been increased 30 to 40%. സോ ഇതുവഴി ഏകദേശം റിക്ഷാ പുള്ളേഴ്സിൻ്റെ റവന്യൂ 30 മുതൽ 40% വരെ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. There are several other benefits which we cannot put a monetary value. അതായത് സാമ്പത്തികപരമായിട്ടല്ലാതെ വേറെ ധാരാളം ബെനിഫിറ്റ്സ് റിക്ഷാ പുള്ളേഴ്സിന് ലഭിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. റിക്ഷാ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ്. ഇപ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഉയർച്ച അവർക്ക് തോന്നുന്നു. അതായത് റിക്ഷ തങ്ങളുടേതാണ് എന്നുള്ള ഒരു അഭിമാനവും തങ്ങൾ സമൂഹത്തിൽ അല്പം ഉയർത്തപ്പെട്ട ആളുകളാണ് എന്നുള്ള ഒരു ആത്മാഭിമാനവും അവർക്ക് ഉണ്ടായി തുടങ്ങി. ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദ സ്പൗസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമാൻ ഖ്യാൻ. സമാൻ ഖ്യാൻ എന്ന് പറയുന്ന ഫ്രീ ഈവനിങ് ക്ലാസ്സിൽ റിക്ഷാ പുള്ളേഴ്സിൻ്റെ സ്പൗസസിനും കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സമാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹു വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലേബേഴ്സ്. സോ ഇതുവരെ മീനിയൽ ലേബേഴ്സ് ആണ് എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗത്തിന് ഇപ്പോൾ ഒരു ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഉള്ള ഒരു ഇൻക്ലൂഷനും അവർക്ക് ലഭിച്ചു. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മറ്റ് ലെവലിലേക്ക്, ഉയർന്ന ലെവലിലേക്ക് ഉയരാനുള്ള, അല്ലെങ്കിൽ ആ ലെവലും ഉയർന്ന ലെവലിലുള്ള ആളുകളും ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് പതുക്കെ റിക്ഷാ പുള്ളേഴ്സ് എത്തിത്തുടങ്ങി. ഇൻ അഡീഷൻ ഐ ആം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമാൻ ഇൻ സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. സമാനും ലാഭത്തിലാണ് പോകുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ ഇയർ വി മേഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 8 lakh rupees ആൻഡ് എ റവന്യൂ 50 lakh rupees. ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് 8 lakh rupeesൻ്റെ പ്രോഫിറ്റും അതുപോലെ തന്നെ 50 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടിയെടുക്കാനായി. മൈ മെൻറ്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. നിലനിൽപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എൻ്റെ മെൻറ്റേഴ്സ് എപ്പോഴും എന്നോട് സംസാരിച്ചിരുന്നത്. ഡസ് സാമാൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോ ഫിനാൻസിങ്. മൈക്രോ ഫിനാൻസിൽ സാമാൻ നേരിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു? നോ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് ദ റിക്ഷാ പുള്ളേഴ്സ്. ഞങ്ങൾ ഒരിക്കലും റിക്ഷാ പുള്ളേഴ്സിന് മൈക്രോ ഫിനാൻസിങ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് പണം നൽകിയിരുന്നില്ല. വി ജസ്റ്റ് എനേബിൾ ദ റിക്ഷാ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദ ബാങ്ക്സ്. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാനുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് മാത്രമേ ഞങ്ങൾ നടത്തിയിരുന്നുള്ളൂ. അതായത് വി സ്റ്റാൻഡ് ആസ് ഗ്യാരണ്ടീസ് by which they get money from the bank. Instead of paying rent for decades,
The rickshaw pullers only pay the bank loan as installments and eventually become the owners of the rickshaw. So കാലാകാലങ്ങളായിട്ട് റെൻറ്റ് നൽകിയിരുന്നവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവരുടെ ബാങ്കിൽ നിന്നെടുത്ത ലോൺ ഇൻസ്റ്റാൾമെൻറ്റായി അടയ്ക്കുകയും ആ ലോൺ തീരുമ്പോൾ റിക്ഷയുടെ ഉടമസ്ഥരായി മാറുകയുമാണ് ചെയ്യുന്നത്. ആർ നോട്ട് സൈക്കിൾ റിക്ഷാസ് ആ ഡൈയിങ് ബ്രീഡ്? സൈക്കിൾ റിക്ഷാസ് ഒരു ഡൈയിങ് ബ്രീഡാണോ? അല്ലെങ്കിൽ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണോ? Rickshaws continue to be a popular mode of transportation in most part of the country. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിക്ഷാസ് ഇപ്പോഴും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. The number of rickshaws in New Delhi has actually increased by 20% in the last 2 to 3 years. കഴിഞ്ഞ 2 മുതൽ 3 വർഷം വരെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡൽഹിയിൽ റിക്ഷാ പുള്ളേഴ്സിൻ്റെ എണ്ണം ഏകദേശം 20% വർദ്ധിച്ചിട്ടുണ്ട്. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro stations. അതായത് മെട്രോ സ്റ്റേഷൻസിൽ നിന്ന് പാസഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് റിക്ഷ. Also, I personally think rickshaws are the vehicles of future. അതുമാത്രമല്ല, ഇത് ഭാവിയുടെ വാഹനം കൂടിയാണ്. അതുമാത്രമല്ല, ദേ ആർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. കാരണം ഇത് യാതൊരു രീതിയിലുള്ള മലിനീകരണവും റിക്ഷാസ് ഉണ്ടാക്കുന്നില്ല. പെട്രോളിലും ഡീസലിലും ഓടുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പോലുള്ള അന്തരീക്ഷ മലിനീകരണങ്ങൾ റിക്ഷ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. വി ഹാവ് ആൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ്. അതായത് സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ് നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ യുവർ എക്സ്പീരിയൻസസ് അറ്റ് ദ പ്രസിഡൻഷ്യൽ ഓണ്ടർപ്രണേഴ്സ് സമ്മിറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് പ്രസിഡൻഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അനുഭവം എന്താണ്? ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ. ഞാൻ അവിടെ ധാരാളം വലിയ ആളുകളെ കണ്ടുമുട്ടി. ഐ വാസ് ഇൻഡീഡ് ഓണേർഡ് ടു ടോക്ക് ടു ദ നോബൽ പ്രൈസ് ലോറേറ്റ് മുഹമ്മദ് യൂനുസ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയ മുഹമ്മദ് യൂനുസിനെ ഞാൻ അവിടെ പരിചയപ്പെട്ടു. ഹി ഇൻവൈറ്റഡ് മീ ടു ബംഗ്ലാദേശ് ടു ഹെൽപ്പ് സെറ്റ് അപ്പ് എ സിമിലർ ഓർഗനൈസേഷൻ ഫോർ ദ റിക്ഷ വർക്കേഴ്സ്. സോ അദ്ദേഹം എന്നെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചു. എന്തിനാണ്? ബംഗ്ലാദേശിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു റിക്ഷ പുള്ളേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ഓൺ ഓണ്ടർപ്രണർഷിപ്പ്? ഇനി കുട്ടികൾക്ക് നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് കുട്ടികൾക്കുള്ള നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. So an entrepreneur is one who identifies an opportunity. അതായത് അവസരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു ഓണ്ടർപ്രണർ. ആൻഡ് പുട്ട്സ് ഇൻ കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ്. അതുമാത്രമല്ല, അത് ഒരു എൻ്റർപ്രൈസാക്കി ഉയർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രേഡിങ് ദീസ് പാത്ത്. സോ സാധാരണഗതിയിൽ യങ്സ്റ്റേഴ്സ് ഇത്തരം പാത തിരഞ്ഞെടുക്കുന്നതിനെ മുതിർന്നവർ തടയാറുണ്ട്, അല്ലെങ്കിൽ എതിർക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഓണ്ടർപ്രണർഷിപ്പ് ആസ് എ കരിയർ, ആസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ കൺട്രി. പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് ടൈം തിങ്കിങ് അബൌട്ട് ഓണ്ടർപ്രണർഷിപ്പ്. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ഓൺലി വേ ടു ടാക്ലിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെ പരിഹരിക്കാനുള്ള ഏക മാർഗം ഇതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം. സ്വപ്നങ്ങൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. അതുമാത്രമല്ല, നമ്മൾ കൃത്യമായ കണക്കുകൂട്ടലുകളോട് കൂടിയിട്ടുള്ള റിസ്കുകളും അല്ലെങ്കിൽ എഫേർട്ടും നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ വിജയിക്കുകയുള്ളൂ. വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിൽ ശക്തമായ എഫേർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു അസ്. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക്ക് ജേർണി. സോ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതുതന്നെയല്ല, താങ്കൾക്ക് എല്ലാവിധ സക്സസ്സും രേഖപ്പെടുത്തുന്നു. താങ്ക്സ്. ഇറ്റ് ഈസ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെൻറ്റേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ദാറ്റ് ഐ ക്യാരി മൈ ജേർണി ഫോർവേഡ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ഇർഫാൻ ഹാഡ് എ പ്രോബ്ലം സോൾവിങ് സ്കിൽ? ഇർഫാൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ആ ഒരു ഇൻസിഡൻറ്റ് ഏതാണ്. അങ്ങനെ തുടങ്ങി 12ഓളം ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ വായിക്കുക, ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ ഞാൻ ആദ്യം 1-2 ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു. അതോടൊപ്പം ഈ 12 ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് എഴുതി അയയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയമാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.